ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി കമ്പനിയുടെ GN-Z77D മോഡൽ ഹൈഫൈ സെറ്റിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തുന്നതല്ലാതെ മറ്റൊരു അനക്കവും ഇപ്പോൾ ഈ സെറ്റിനില്ല. ചില സമയങ്ങളിൽ സ്റ്റാൻഡ് ബൈ ലൈറ്റും കത്തുന്നില്ല. ഈ കാണുന്നതാണ് സെറ്റിൻ്റെ ഉൾഭാഗം. സോണി കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളിൽ അവസാന മോഡലുകളായ സെറ്റുകളിൽ ട്രാൻസ്ഫോമറിന് പകരം പവർ സപ്ലൈ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോഡൽ സെറ്റുകളിൽ ഓഡിയോ ആംപ്ലിഫയറിന് വേണ്ടി STK അല്ല IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ. ഈ ഒരു പവർ സപ്ലൈ ബോർഡ് ഉപയോഗിച്ചാണ് ഈ സെറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ വോൾട്ടുകളും കൊടുക്കുന്നത്. IC ആണെങ്കിൽ പോലും നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് തന്നെയാണിത്. അതിനാവശ്യമായിട്ടുള്ള ആംബിയറും വോൾട്ടേജും എല്ലാം ഈ പവർ സപ്ലൈയിൽ നിന്ന് കറക്റ്റായി ലഭിക്കും. ഈ മോഡൽ പവർ സപ്ലൈ ഉപയോഗിക്കുമ്പോൾ ലൂസ് കോൺടാക്റ്റുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ സെറ്റിൻ്റെ മദർ ബോർഡാണ് ഈ കാണുന്നത്. ഈ മദർ ബോർഡിൻ്റെ ഈ ICയുടെ ലെഗുകളെല്ലാം ക്ലാവ് പിടിച്ച് പോയിരിക്കുകയാണ്. വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിൽ നിന്ന് ഈ IC ഓപ്പൺ ചെയ്ത് മറ്റൊരു IC മാറിയിടുവാൻ സാധിക്കില്ല. അതിന് കാരണം IC ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബോർഡിലെ പ്രിൻ്റുകളും പറഞ്ഞു പോരുവാനുള്ള സാധ്യതയുണ്ട്. ICയുടെ ലെഗുകളിൽ ഇതുപോലെ ക്ലാവ് പിടിക്കുന്നതിനുള്ള കാരണം ഫ്ലെക്സ് ഉപയോഗിച്ച് സോൾഡർ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കൃത്യമായി എനിക്കത് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും. ഈ ബോർഡിൻ്റെ ICയുടെ ഭാഗം മാത്രമല്ല ക്രിസ്റ്റൽ എല്ലാം തുരുമ്പെടുത്ത് പോയിരിക്കുകയാണ്. ഈ അവസ്ഥയിലുള്ള ബോർഡുകളിൽ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം സോൾഡറിംഗ് ലെഡ് പിടിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മദർ ബോർഡ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ മറ്റൊരു ബോർഡ് ലഭിക്കുകയാണെങ്കിൽ ആ ബോർഡ് വച്ചുകൊള്ളൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഈ മോഡൽ സെറ്റിൻ്റെ സെയിം മദർ ബോർഡ് ഫ്രണ്ടിൻ്റെ കൈവശമുണ്ടായിരുന്നു. ആ മദർ ബോർഡാണ് നമ്മൾ ഈ സെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പുതുമയുള്ള ഒരു മദർ ബോർഡ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യാതൊരുവിധ റിപ്പയറിങ്ങും ഈ മദർ ബോർഡിൽ ചെയ്തിട്ടില്ല. മദർ ബോർഡ് മാറിയതിന് ശേഷം സെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് നോക്കുമ്പോൾ ഡെമോ മോഡെല്ലാം കാണിക്കുന്നുണ്ട്. സെറ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം പഴയ ബോർഡ് എന്തുകൊണ്ട് റെഡിയാക്കിയില്ല എന്ന്. പഴയ മദർ ബോർഡിൻ്റെ സ്പെയർ വാങ്ങി ആ ബോർഡ് റെഡിയാക്കുന്ന ചിലവിനേക്കാൾ ചുരുങ്ങിയ ചിലവിൽ ഈ മദർ ബോർഡ് ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഈ സെറ്റ് റെഡിയാക്കിയത്. ഇപ്പോൾ വരുന്ന സ്പെയറുകളെല്ലാം വർക്ക് ചെയ്യുമോ എന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലെല്ലാം ബോർഡുകൾ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ ബോർഡ് മാറുന്നതാവും കൂടുതൽ നല്ലത്. മദർ ബോർഡ് മാറിയതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഫംഗ്ഷനും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റ് റെഡി ആവുകയാണെങ്കിൽ ഒരു USB ബോർഡ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത് തരണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. നമുക്ക് ആ വർക്കിലോട്ട് പോകാം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകളിൽ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് USB ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്തെടുക്കാം. സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോർഡുകളെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിൻ്റെ ഡിസ്പ്ലേയുടെ അടുത്ത് USB ബോർഡിൻ്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യേണ്ടതാണ്. USB ബോർഡിലോട്ട് USB കണക്ട് ചെയ്യേണ്ട സോക്കറ്റ് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. USB ബോർഡിൻ്റെ ഡിസ്പ്ലേ സെറ്റിൻ്റെ ഡിസ്പ്ലേയുടെ അടിഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതിനോ സെറ്റിൻ്റെ മറ്റു ഫംഗ്ഷനുകൾ വർക്ക് ചെയ്യുന്നതിനോ യാതൊരുവിധ തടസ്സവുമില്ലാത്ത രീതിയിലാണ് നമ്മൾ USB ബോർഡിൻ്റെ ഡിസ്പ്ലേ എല്ലാം സെറ്റ് ചെയ്യുന്നത്. സെറ്റിൻ്റെ USB ബോർഡ് കണക്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ റീസെറ്റ് ചെയ്യാം. ഓക്സിലാണ് USB ബോർഡ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ഈ സെറ്റിൽ വീണ്ടും ഓക്സ് ഉപയോഗിക്കാൻ കഴിയും. USB ബോർഡിൽ ആ ഫംഗ്ഷനുണ്ട്. അതിനായിട്ടുള്ള വയറുകളാണ് ആ കാണുന്നത്. ഇനി ഈ സെറ്റിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഫ്രണ്ട് ഗ്ലാസ് സ്ക്രൂ ഇട്ടിട്ടല്ല ഉറപ്പിച്ചിരിക്കുന്നത്, ലോക്കുകളിലാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്കുകളിലോട്ട് വീണുകൊള്ളും. അതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.